കന്യാകുമാരിയിൽ 8 വയസ്സുകാരിക്ക് ക്രൂരമർദ്ദനം. അരുമനയ്ക്ക് സമീപം താമസിക്കുന്ന മതീഷ് വിനിഷ ദമ്പതികളുടെ മകൾ മിയയെ മാതൃസഹോദരന്റെ ഭാര്യ നിഷയാണ് മർദ്ദിച്ചത്. ഭർത്താവ് വേർപിരിഞ്ഞ മാതാപിതാക്കൾക്കൊപ്പമാണ് വിനിഷ താമസിച്ചിരുന്നത്. വിനിഷയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് നിഷ കുട്ടിയെ മർദ്ദിച്ചത്. കുട്ടിയെ മർദ്ദിക്കുന്ന ക്രൂര ദൃശ്യങ്ങൾ പുറത്തു വന്നു. ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, എന്താണിപ്പോൾ നിലവിലെ അവസ്ഥ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. കേസ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കാളിദാസ്, അത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. 8 വയസ്സുകാരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുകൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെ അരുമനയ്ക്ക് സമീപമാണ് ഈ മതിഷ വിനിഷ ദമ്പതികൾ മകൾ 3ാം ക്ലാസ് പഠിക്കുന്ന മിയ എന്ന 8 വയസ്സുള്ള കുട്ടിക്കാണ് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റിരിക്കുന്നത്. വിനിഷ 7 വർഷം മുമ്പ് ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് മാതാക്കളുടെ വീട്ടിലാണ് താമസിച്ചു വരുന്നത്. എന്നാൽ വിനീഷയെ കുടുംബ വീട്ടിൽ താമസിച്ച് വരുന്നത് വിനീഷയുടെ സഹോദരന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. അതായത് കുഞ്ഞിന്റെ മാമിക്ക് ഇത്തരത്തിൽ ഇഷ്ടമില്ലായിരുന്നു. വിനീഷയെ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹോദരന്റെ ഭാര്യ നിഷ ദിവസവും കുട്ടിയെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നത് പതിവെന്നാണ് പറയപ്പെടുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് കുഞ്ഞിന്റെ മാമി വീടിനുള്ളിൽ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ച് ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞിന്റെ മാതാവ് നിഷ അടുത്തുള്ള ഒരു കശുവണ്ടി ഫാക്ടറിയിൽ ദിവസവും ജോലിക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ കുഞ്ഞ് മർദ്ദനത്തിൽ ഇരയാകുന്നത്. സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഈ 3ാം ക്ലാസ് വിദ്യാർത്ഥിയ മിയെ ഇപ്പോൾ പുഴുത്തറ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുഞ്ഞിന്റെ അമ്മ അരുമന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ കുഞ്ഞിന്റെ മാമിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുള്ളതായി നമുക്ക് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാളിദാസ്. ശരി പ്രദീപേ, അമ്മയോടുള്ള ദേഷ്യത്തിന് മകളെയാണ് കരുവാക്കിയത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമാണ്. കുട്ടിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കുട്ടിക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം അമ്മ വിനിഷ പരാതി നൽകിയിട്ടുണ്ട്. എത്തരത്തിലായിരിക്കും ഈ ഒരു കേസ് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ പുറത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ കലാശിച്ചേനെ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദീപ് പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്.